നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജൻസി കണ്ണൻ, എനിക്കൊപ്പം ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ദേശീയ ഹരിത ട്രിബ്യൂണൽ. സർക്കാരിനാണ് തീപിടുത്തത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമെന്ന് കുറ്റപ്പെടുത്തൽ. ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ നിന്നും സർക്കാരിന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നും വേണ്ടിവന്നാൽ 500 കോടി രൂപ പിഴ ഈടാക്കുമെന്നും ജസ്റ്റിസ് AK ഗോയൽ അധ്യക്ഷനായ ബെഞ്ച് മുന്നറിയിപ്പ് നൽകി. വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചു. ബ്രഹ്മപുരത്തെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ എടുത്ത കേസാണ് ജസ്റ്റിസ് AK ഗോയൽ അധ്യക്ഷനായ ബെഞ്ച് പരിഗണിച്ചത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി V വേണുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിമർശനം. ബ്രഹ്മപുരം തീപിടുത്തത്തിന്റെ ഏക ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്ന് ജസ്റ്റിസ് AK ഗോയൽ അഭിപ്രായപ്പെട്ടു. സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണെന്നും അതിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നുമായിരുന്നു നിരീക്ഷണം. വിഷയവുമായി ബന്ധപ്പെട്ട് വേണ്ടിവന്നാൽ 500 കോടി രൂപയുടെ പിഴ സർക്കാരിൽ നിന്ന് ഈടാക്കുമെന്നും ബെഞ്ച് വ്യക്തമാക്കി. അതേസമയം കേരള ഹൈക്കോടതി തീപിടുത്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ സർക്കാരിനെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും ഈ കേസിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നതിനാൽ സമാന്തരമായി മറ്റൊരു കേസ് ട്രിബ്യൂണലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുതെന്നും സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിച്ചു. ഈ ആവശ്യം പൂർണ്ണമായും അംഗീകരിക്കാൻ പ്രിൻസിപ്പൽ ബെഞ്ച് തയ്യാറായില്ല. ഹൈക്കോടതി ഉത്തരവുകൾക്കോ നടപടിക്രമങ്ങൾക്കോ ഘടകവിരുദ്ധമായ ഇടപെടലുകൾ തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ലെന്ന് ട്രിബ്യൂണൽ വ്യക്തമാക്കി. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷ പാർട്ടികൾ. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് BJP ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. മേയറുടെ രാജി ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസും പ്രതിഷേധം നടത്തി. കോർപ്പറേഷൻ സെക്രട്ടറിയെ മർദ്ദിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലായി. ജീവനക്കാർക്കെതിരെയുണ്ടായ അക്രമത്തിൽ കൊച്ചി കോർപ്പറേഷനിലെ ഇടത് സംഘടനകൾ പ്രതിഷേധിച്ചു. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തം കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം, കൊച്ചി കോർപ്പറേഷൻ മേയർ M. അനിൽകുമാർ രാജിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ബ്രഹ്മപുരത്ത് നിന്നും കൊച്ചി കോർപ്പറേഷൻ ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ ഒരു അനീതി ഉണ്ടായാൽ, അത് ജനങ്ങളെ ആകെ ബാധിക്കുന്ന ഒരു സാമൂഹ്യ വിപത്തായാൽ അതിന് കാരണക്കാരായവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. കേവലമായ ഒരു കൈത്തെറ്റല്ല, ദശാബ്ദങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവണതകളുടെ പരിണത ഫലമാണ്. തീപിടുത്തത്തിന്റെ കാരണം പുറത്തു കൊണ്ടുവരണമെന്നും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായെന്നും ആരോപിച്ച കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ കേരള കോൺഗ്രസും പ്രതിഷേധിച്ചു. ബ്രഹ്മപുരം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഴിമതിയും തീപിടുത്തവും CBI അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സത്യാഗ്രഹ സമരം നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിനിടെ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതിഷേധത്തിനിടെ സമരക്കാർ കോർപ്പറേഷൻ സെക്രട്ടറിയെ മർദ്ദിച്ചുവെന്നാരോപിച്ച കോർപ്പറേഷനിലെ ഇടത് സംഘടനാ ജീവനക്കാരും പ്രതിഷേധം നടത്തി. നിരവധി ജീവനക്കാർക്ക് പരിക്കേറ്റതായി ആരോപണമുണ്ട്. സെക്രട്ടറി നൽകിയ പരാതിയിൽ 3 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. ലാൽ വർഗീസ്, റോഷൻ, ജെറിൻ ജേക്കബ് എന്നിവർക്കെതിരെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തത്. 24, കൊച്ചി. ജനാധിപത്യം അട്ടിമറിച്ച് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കാൻ പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യമിട്ടെന്ന് NIA. പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് പരാമർശം. കൊച്ചി NIA കോടതിയിലാണ് 30,000 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. 59 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. അതീവ ഗൗരവതരമായ ആരോപണങ്ങളാണ് കേസിൽ പ്രതികൾക്കെതിരെ NIA ഉന്നയിക്കുന്നത്. ഭീകര സംഘടനയായ ISന്റെ അടക്കം പിന്തുണയോടെ രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാനായിരുന്നു PFI നീക്കം. ഇതര മതസ്ഥരെ പട്ടിക തയ്യാറാക്കി കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി ജനങ്ങൾക്കിടയിൽ മതസ്പർദ്ധയുണ്ടാക്കി സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചു. ജനാധിപത്യത്തെ ഇല്ലാതാക്കി 2047 ഇസ്ലാമിക ഭരണം കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നിങ്ങനെ പോകുന്നു കുറ്റപത്രത്തിലെ പരാമർശങ്ങൾ. തങ്ങൾക്കെതിരായ ആക്രമണത്തിന് തിരിച്ചടി നൽകാനും പ്രതികാരം ചെയ്യാനും പാകത്തിൽ ആയുധ പരിശീലനമടക്കം നൽകി PFI നേതാക്കൾ കേഡറുകളെ സൃഷ്ടിച്ചു. PFIക്ക് ദാറുൽ ഖദ എന്ന പേരിൽ സ്വന്തം കോടതിയുണ്ടെന്നും ഈ കോടതി വിധികൾ PFI പ്രവർത്തകർ നടപ്പാക്കിയെന്നും NIA ചൂണ്ടിക്കാട്ടുന്നു. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന നേതാവായിരുന്ന കരമന അഷ്റഫ് മൗലവിയാണ് കേസിൽ ഒന്നാം പ്രതി. 59 പ്രതികൾ, 800 സാക്ഷികൾ, 1494 തെളിവ് രേഖകൾ, 638 മാരകായുധങ്ങൾ ഉൾപ്പെടെയുള്ള മെറ്റീരിയൽ ഒബ്ജക്റ്റുകൾ എന്നിവയടക്കം
30,000 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. വയനാട് മേപ്പാടിയിൽ കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോ മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4.5 വയസ്സുകാരന് ദാരുണാന്ത്യം. ഓടത്തോട് സ്വദേശികളായ ഷമീർ സുബൈറ ദമ്പതികളുടെ മകൻ മുഹമ്മദ് യാമിനാണ് മരിച്ചത്. ദീപക് മലയമ്മ നൽകും കൂടുതൽ വിശദാംശങ്ങൾ വയനാട്ടിൽ നിന്നും. ദീപക്, അതീവ ദുഃഖകരമായ വാർത്തയാണ്. ഈ അപകടം എപ്പോഴാണ് ഉണ്ടായത്? പ്രജിൻ, രാത്രി 9:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. മേപ്പാടി ബടുവഞ്ചാൽ റോഡിൽ നെടുങ്കരണ ടൗണിൽ വെച്ചാണ് അപകടമുണ്ടായത്. ഓട്ടോയിൽ ബന്ധുവീട്ടിൽ വന്ന് മടങ്ങി പോവുകയായിരുന്നു ഓടത്തോട് സ്വദേശിയായ ഷമീർ സുബൈറ ദമ്പതികളും ഒപ്പം തന്നെ അവരുടെ മക്കളും. ആ ഘട്ടത്തിലാണ് ഒരു കാട്ടുപന്നി വാഹനത്തിന് കുറുകെ ചാടുന്നത്. പെട്ടെന്ന് വാഹനത്തിന്റെ നിയന്ത്രണം ഡ്രൈവർക്ക് നഷ്ടപ്പെട്ടു. തുടർന്ന് ഓട്ടോറിക്ഷ മറിയുകയും ചെയ്തു. ആ അപകടത്തിലാണ് ഷമീറിന്റെ 4.5 വയസ്സുള്ള മകൻ മരിച്ചത്. മുഹമ്മദ് യാമിൻ എന്നാണ് പേര്. ഒപ്പം തന്നെ ഷമീറിന്റെ ഭാര്യയ്ക്കും ഒപ്പം മറ്റൊരു കുട്ടിക്കും അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെ നിലവിൽ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ബന്ധുവീട്ടിൽ പോയി മടങ്ങി വരുന്നതിനിടെയാണ് ഇത്തരത്തിൽ അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ശരി, മേപ്പാടിയിലാണ് കാട്ടുപന്നി കുറുകെ ചാടി ഓട്ടോ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു കുഞ്ഞ് ദാരുണമായി മരിച്ചത്. ദീപക് മലയമ്മയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് നിയമസഭയിൽ എന്ത് നടന്നു എന്ന് നോക്കാം. അടിയന്തര പ്രമേയ നോട്ടീസിന് മുഖ്യമന്ത്രി മറുപടി നൽകുന്നത് 3-ാം ദിവസവും ഒഴിവാക്കി നിയമസഭ ഇന്നും പിരിഞ്ഞു. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ചോദ്യോത്തര വേള പോലും പൂർത്തിയാക്കാനായില്ല. സഭാ മന്ദിരത്തിൽ നടന്ന സംഘർഷങ്ങളിൽ പോലീസ് വാദിയെ പ്രതിയാക്കിയെന്നാരോപിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തു. അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിക്കുന്ന സർക്കാർ നടപടിയിലും സഭയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടും ഇന്നും സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. വാദി പ്രതിയായി മാറിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പണ്ട് കേസെടുത്തത് എന്തിനാണെന്ന് മന്ത്രി ശിവൻകുട്ടിക്ക് തന്നെ അറിയാം. പ്രതിഷേധം അറിയിക്കാൻ എഴുന്നേറ്റ പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തതോടെ പ്ലക്കാർഡ് മുദ്രാവാക്യവുമായി പ്രതിപക്ഷം നടുത്തളത്തിലെത്തി. ഭരണനിരയും എഴുന്നേറ്റതോടെ 9-ാം മിനിറ്റിൽ സഭാ നടപടികൾ സ്പീക്കർ നിർത്തിവെച്ചു. പ്ലീസ്, ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ചെയറുമായി സഹകരിക്കാതെ സഭാ നടപടികൾ തടസ്സപ്പെടുന്ന സമീപനം ബഹുമാനപ്പെട്ട പ്രതിപക്ഷങ്ങളിൽ നിന്നുണ്ടാവുന്നത് നിരാശാജനകമാണ്. സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷത്തെ 7 MLA-മാർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്ത നടപടിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി കൊണ്ടുവരാനിരുന്നത്. ശൂന്യവേളയും റദ്ദു ചെയ്തതോടെ ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടി വന്നില്ല. മുഖ്യമന്ത്രിക്ക് ചോദ്യങ്ങളോടുള്ള ഭയമല്ലാതെ മറ്റൊന്നുമല്ലെന്ന പ്രതിപക്ഷത്തിന്റെ കുറ്റപ്പെടുത്തൽ. പിന്നെ മുഖ്യമന്ത്രി പറയേണ്ട ഉത്തരം ഒരു ദിവസത്തെ ചോദ്യോത്തര വേളയിൽ നിന്ന് മാത്രമേ ഒഴിഞ്ഞു മാറാൻ പറ്റൂ, അല്ലെങ്കിൽ 2 ദിവസത്തെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ആ ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കപ്പെടും. ആ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാനും വിമർശിക്കപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടാണല്ലോ ഈ അവകാശങ്ങളെ നിഷേധിക്കുന്നത്. ഇന്നലെയും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ മറയാക്കി സ്പീക്കർ ചോദ്യോത്തരവേള റദ്ദാക്കിയതിനെ തുടർന്ന് മുഖ്യമന്ത്രിക്ക് ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നില്ല. ലൈഫ് മിഷൻ അടക്കമുള്ള ചോദ്യങ്ങളിൽ നേരിട്ട് മറുപടി പറയുന്നതിൽ നിന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി ഒഴിവായത്. ഒപ്പം അടിയന്തര പ്രമേയ നോട്ടീസിനും മറുപടി നൽകേണ്ടി വന്നില്ല. ബുധനാഴ്ച അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതിയും നൽകിയിരുന്നില്ല. ഇതോടെയാണ് സർക്കാർ താൽപര്യമറിഞ്ഞ് സ്പീക്കർ പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തിയത്. 24 തിരുവനന്തപുരം. നിയമസഭയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട വനിതാ അംഗം പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ 2-ാം ദിവസവും കേസെടുത്തില്ല. KK രമ നൽകിയ പരാതിയിലാണ് തുടർ നടപടിയെടുക്കാതെ വൈകിപ്പിക്കുന്നത്. എന്നാൽ വനിതാ MLA-യെ ആക്രമിച്ചു എന്നത് പച്ചക്കള്ളമാണെന്നും KK രമ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും H സലാം MLA പ്രതികരിച്ചു. സ്പീക്കറുടെ ഓഫീസിന് മുന്നിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ KK രമ ഉൾപ്പെടെയുള്ള MLA-മാരെ വാച്ച് ആൻഡ് വാർഡന്മാരും ഭരണപക്ഷ MLA-മാരും ആക്രമിച്ചെന്നായിരുന്നു ആരോപണം. KK രമയുടെ കൈക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ജനറൽ ആശുപത്രിയിൽ ചികിത്സയും തേടി. പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ 2-ാം ദിവസവും പരാതിയിൽ നടപടിയെടുത്തില്ല. രാഷ്ട്രപതിയുടെ സന്ദർശന തിരക്കിലായതിനാലെന്നാണ് പോലീസ് വിശദീകരണം. രമയുടെ കൈയൊടിഞ്ഞതിനാൽ കേസെടുത്താൽ ഭരണപക്ഷ MLA-മാർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തേണ്ടി വരും. ഇതൊഴിവാക്കാനാണ് പരാതി പിടിച്ചുവച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷം ആക്ഷേപിക്കുന്നു. എന്നാൽ സംഭവം വാർത്തയായതിനെ തുടർന്ന് പരാതി മ്യൂസിയം പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതേസമയം
വനിതാ അംഗങ്ങളെ ആക്രമിച്ചുവെന്ന പ്രതിപക്ഷ നേതാവ് കളവ് പറയുകയാണെന്ന് എച്ച് സലാം MLA. അന്നുണ്ടാവാതില്ല. ഞാൻ ചോദിക്കുന്നത് ഭരണപക്ഷ MLA-മാർ പ്രതിപക്ഷ MLA-മാർ ആക്രമിച്ചു എന്ന് ചോദ്യം ചോദിച്ചാൽ സ്പോണ്ടേനിയസ് ആയി സ്വാഭാവികമായിട്ട് ഫസ്റ്റ് ആൻസർ എന്താ വരുന്നത്? പ്രൈമറി ആയിട്ട് പറയുന്നത് എന്താണ്? എന്നെ ആക്രമിച്ചു എന്ന് പറയില്ലേ? ആക്രമണം നടന്നെങ്കിൽ അന്ന് പറയാത്തൊരു കാര്യം പിന്നെ ക്രിയേറ്റ് ചെയ്ത് VD സതീശൻ കഥ പറഞ്ഞുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങൾ പറയുന്ന കാര്യം. തങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നുവെന്ന് സച്ചിൻ ദേവും പ്രതികരിച്ചു. ഈ പറഞ്ഞ പ്രതിപക്ഷ MLA-മാരുമായി നേരിട്ടൊരു ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെയല്ല. വെറുതെ പിന്നെ ഏതെങ്കിലും പ്രത്യേകമായ ഒരു പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടാണോ വാച്ച് ആൻഡ് വാർഡ് പരിക്ക് പറ്റിയത്? അല്ല, UDF-ന്റെ MLA-മാർ അവിടെ വാച്ച് ആൻഡ് വാർഡിനെതിരായിട്ട് അക്രമം അയച്ചു വിട്ടു. അതെന്താ ചൂണ്ടിക്കാണിക്കാത്തത്? പ്രതിപക്ഷ MLA-മാരെ ആക്രമിച്ചെന്ന കേസിൽ എച്ച് സലാമും സച്ചിൻ ദേവും പ്രതികളാണ്. ഭരണപക്ഷ MLA-മാർക്കെതിരെയുള്ള കേസിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളും പ്രതിപക്ഷ MLA-മാർക്കെതിരെ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളും ചുമത്തിയത് വിവാദമായിരുന്നു. 24 തിരുവനന്തപുരം. അതിനിടെ തുടർച്ചയായി നിയമസഭ സ്തംഭിക്കുന്നത് ഒഴിവാക്കാനായി സർക്കാർ സമവായ നീക്കങ്ങളും തുടങ്ങി. പാർലമെന്ററി കാര്യമന്ത്രി K രാധാകൃഷ്ണൻ പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങുമെന്നാണ് സൂചന. തുടർച്ചയായി 4-ാം ദിവസവും നിയമസഭാ നടപടികൾ ബഹളത്തിൽ മുങ്ങി. സഭ നടത്താൻ സർക്കാരിനും താൽപ്പര്യമില്ലെന്ന വിമർശനങ്ങൾ ശക്തമായതോടെയാണ് സമവായ നീക്കം. സഭ പിരിഞ്ഞതിന് പിന്നാലെ പാർലമെന്ററി കാര്യമന്ത്രി K രാധാകൃഷ്ണൻ നിയമസഭയിൽ വെച്ച് തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ കണ്ടു. മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തണമെന്ന നിർദ്ദേശം മന്ത്രി പ്രതിപക്ഷ നേതാവിന് മുന്നിൽ വെച്ചു. കൂടിക്കാഴ്ച നടത്തുന്നതിൽ എതിർപ്പില്ലെന്ന സന്ദേശം VD സതീശനും അറിയിച്ചു. വൈകാതെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ചർച്ച നടന്നേക്കും. റൂൾ 15 നോട്ടീസ് അവതരിപ്പിക്കാനുള്ള അവകാശം അടിയറ വയ്ക്കാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പാർലമെന്ററി കാര്യമന്ത്രിയോടും പങ്കുവച്ചു. അടിയന്തര പ്രമേയ നോട്ടീസ് പ്രതിപക്ഷത്തിന്റെ അവകാശമാണെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. ഇത് കൊണ്ടുപോയി ഞങ്ങൾ സറണ്ടർ ചെയ്ത് ഞങ്ങൾ മിണ്ടാതിരുന്നാൽ ഞാനടക്കമുള്ള കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർ മുഴുവൻ വിചാരണ ചെയ്യപ്പെടും. ഇത്രയും വർഷമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവകാശം കൊണ്ട് പണയപ്പെടുത്തിയിട്ട് മിണ്ടാതിരിക്കുന്ന പൂച്ചാളെ പോലെ പതുങ്ങിയിരിക്കുന്ന പ്രതിപക്ഷം എന്ന് ഞങ്ങൾ വിചാരണ ചെയ്യപ്പെടില്ലേ? സഭയിൽ സ്വീകരിക്കേണ്ട തുടർ നിലപാട് തിങ്കളാഴ്ച രാവിലെ ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനിക്കുക. അതിനു മുൻപ് സമവായ സാധ്യതയാണ് സർക്കാർ ശ്രമിക്കുന്നത്. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കുമെതിരെ ഗൂഢാലോചന നടത്തിയെന്ന CPIM-ന്റെ പരാതിയിൽ സ്വപ്ന സുരേഷിന്റെയും വിജേഷ് പിള്ളയുടെയും പേരിൽ കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പുകളാണ് ഇരുവർക്കുമെതിരെ തളിപ്പറമ്പ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. CPIM തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി K സന്തോഷിന്റെ പരാതിയിലാണ് നടപടി. സ്വപ്ന സുരേഷിനെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചതിന് പിന്നാലെയാണ് തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി K സന്തോഷ് പോലീസിൽ പരാതി നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും അപകീർത്തിപ്പെടുത്താൻ സ്വപ്നയും വിജേഷ് പിള്ളയും ചേർന്ന് ഗൂഢാലോചന നടത്തി. ഇരുവരും സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ഗൂഢലക്ഷ്യത്തോടെ ആസൂത്രിതമായി തയ്യാറാക്കി പ്രചരിപ്പിച്ചു. ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചു. ദൃശ്യങ്ങളിലെ സംഭാഷണങ്ങൾ പുറത്തുവിടാതിരിക്കുന്നതിൽ ദുരൂഹതയുണ്ട് തുടങ്ങിയ ആരോപണങ്ങളാണ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. പരാതിയിൽ കേസെടുക്കുന്നത് സംബന്ധിച്ച് പോലീസ് നിയമോപദേശം തേടി. പിന്നാലെയാണ് ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ, കലാപാഹ്വാനം തുടങ്ങിയ 5 വകുപ്പുകൾ ചുമത്തി സ്വപ്നയ്ക്കും വിജേഷ് പിള്ളയ്ക്കുമെതിരെ തളിപ്പറമ്പ് പോലീസ് കേസെടുത്തത്. സ്വപ്ന സുരേഷ് തോന്നിയാസം പറഞ്ഞാൽ മിണ്ടാതിരിക്കാനാവില്ലെന്നായിരുന്നു പോലീസിൽ പരാതി നൽകിയതിനോട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ നാട്ടിൽ 1 അല്ല 10 ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്നെ അതെന്നെ കേസ് കൊടുക്കുകയും ചെയ്യും. അവരുടെ വിശദീകരണം നിയമപരമായിട്ട് വരട്ടെ. അറിയില്ല പറഞ്ഞു, എനിക്കും അറിയില്ല. എനിക്ക് സ്വപ്ന സുരേഷിനെ അറിയില്ല, അവർക്ക് എന്നെ അറിയില്ല എന്ന് പറഞ്ഞത് കൃത്യമായി. കേസിൽ തളിപ്പറമ്പ് പോലീസിന്റെ തുടർ നടപടികൾ ഏറെ ശ്രദ്ധേയമാണ്. 24 കണ്ണൂർ. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ വിജേഷ് പിള്ളയെ കർണാടക പോലീസ് ചോദ്യം ചെയ്യുകയാണ്. സ്വപ്ന സുരേഷിനെയും സരിത്തിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുമുണ്ട്. വിശദാംശങ്ങളുമായി മനീഷ് മൂർത്തി ചേരുകയാണ്. മനീഷ്, ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണോ? എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? പ്രജിൻ, ക്രിസ്റ്റീന, ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് വിജേഷ് പിള്ള ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയത്. പക്ഷേ മാധ്യമങ്ങളോട് പ്രതികരിക്കാനൊന്നും തന്നെ തയ്യാറായിട്ടില്ല. ഏറെക്കുറെ 11 മണിക്കൂറിലധികം ചോദ്യം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം രാവിലെ തുടങ്ങിയ ഏറെക്കുറെ 11 മണിയോടുകൂടി തുടങ്ങിയ
ചോദ്യം ചെയ്യലാണ്. അതിനുശേഷമാണ് രാത്രിയോട് കൂടിയാണ് ഈ പറഞ്ഞ സ്വപ്നയെയും സരിത്തിനെയും പോലീസ് വിളിച്ചു വരുത്തിയത്. പക്ഷേ സ്വപ്ന അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് അതായത് നൽകിയ മൊഴി റെക്ടിഫിക്കേഷന് വേണ്ടി മാത്രമാണ് വിളിച്ചു വരുത്തിയത് എന്നുള്ളതാണ്. എന്തായാലും വളരെ വേഗത്തിലാണ് കർണാടക പോലീസ് ഈ ഒരു കാര്യത്തിൽ ഇടപെടലുകൾ നടത്തുന്നത്. സ്വപ്നയുടെ മൊഴി രണ്ടാമത് രേഖപ്പെടുത്തിയിരുന്നു ഇന്നലെ. അതിനുശേഷമാണ് ഈ പറഞ്ഞ വിജേഷ് പിള്ളയിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചത്. വളരെ വേഗത്തിൽ തന്നെ വിജേഷ് പിള്ള വരികയും അതിനുശേഷം ഇന്നിപ്പോൾ 11 മണിയോടുകൂടി എത്തുകയും പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ നീണ്ടു. അതിനുശേഷം കേസ് അന്വേഷിക്കുന്ന DCP എത്തുകയും അദ്ദേഹം ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ സ്വപ്നയുടെ മൊഴി റെക്ടിഫിക്കേഷനും എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി നടപടികൾ അത് എങ്ങനെ വേണം എന്താണ് എന്നുള്ളതാണ് നമുക്കിനി അറിയാനുള്ളത്. എന്നാലും വളരെ വേഗത്തിൽ തന്നെയാണ് കർണാടക പോലീസ് ഈ ഒരു കാര്യങ്ങളുമായി മുൻപോട്ട് പോകുന്നത്. നേരത്തെ വിജേഷ് പിള്ളയ്ക്ക് വാട്സപ്പിൽ നോട്ടീസ് അയച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. അബ്സ്കോണ്ടിംഗ് ആണ് എന്നുള്ളൊരു കാര്യമായിരുന്നു DCP പറഞ്ഞിരുന്നത്. അതിനുശേഷം ഇന്നിപ്പോൾ വിജേഷ് പിള്ള വന്ന് ഹാജരായിരുന്നു. ഈ പറഞ്ഞതുപോലെ KR-പുര പോലീസാണ് ഈ കേസെടുത്തിരിക്കുന്നത്. KR-പുര പോലീസിലല്ല അദ്ദേഹം ഹാജരായത്, മറ്റൊരു ACPയുടെ മുൻപാകെയാണ് ഹാജരായത്. പക്ഷേ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് DCPയുടെ കീഴിലുള്ള ഏത് ജൂറിസ്ഡിക്ഷനിലും ഹാജരാവാം എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റൊരു ACPക്ക് മുമ്പിലാണ് അദ്ദേഹം ഹാജരായത്. രാവിലെ മുതൽ ഏകദേശം 11 മണി മുതൽ നീണ്ട ഒരു ചോദ്യം ചെയ്യൽ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ വിജേഷ് പിള്ള തയ്യാറായിട്ടില്ല. അതിനുശേഷം സ്വപ്ന ഈ പറഞ്ഞ റെക്ടിഫിക്കേഷന് വേണ്ടി വന്നിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങിയ മാധ്യമങ്ങളെ കാണുകയും ചെയ്തെന്ന് അവർ പറഞ്ഞത് മൊഴി റെക്ടിഫിക്കേഷന് വേണ്ടി മാത്രം വിളിച്ചതാണ് എന്നുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ വളരെ വേഗത്തിൽ തന്നെയാണ് കർണാടക പോലീസ് ഈ ഒരു കാര്യത്തിൽ ആക്ട് ചെയ്യുന്നത്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. ഒരുപക്ഷേ നാളെയും വിജേഷ് പിള്ളയെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ശരി. സ്വർണ്ണക്കടത്ത് കേസിൽ ഒത്തുതീർപ്പിനെത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന സ്വപ്ന സുരേഷിന്റെ പരാതിയിലാണ് ഇപ്പോൾ വിജേഷ് പിള്ളയെ ചോദ്യം ചെയ്തത്. ഏതാണ്ട് 12 മണിക്കൂർ ചോദ്യം ചെയ്യൽ നീണ്ടു എന്നാണ് മനീഷ് മൂർത്തി ചെന്നൈയിൽ നൽകിയ വിവരങ്ങൾ. അടുത്ത വാർത്തയിലേക്ക്. മൂന്നാം മുന്നണിക്കായി കൈകോർത്ത മമതാ ബാനർജിയും അഖിലേഷ് യാദവും ഇരുവരും കൊൽക്കത്തയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ BJP എതിർക്കാൻ കോൺഗ്രസ് ഇതര പ്രതിപക്ഷ മുന്നണി രൂപീകരിക്കാൻ തീരുമാനമായി. ബുധനാഴ്ച നവീൻ പട്നായിക്കുമായി മമത ചർച്ച നടത്തും. കോൺഗ്രസിനെ ഒഴിവാക്കിയുള്ള പ്രതിപക്ഷ മുന്നണി രൂപീകരണം വീണ്ടും സജീവമാക്കുകയാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. കൊൽക്കത്തയിൽ മമതയും അഖിലേഷ് യാദവുമായി നടത്തിയ ചർച്ചയിൽ BJP കോൺഗ്രസ് ഇതര മുന്നണി രൂപീകരിക്കാൻ ധാരണയായി. BJPയും കോൺഗ്രസുമായും ഒരുപോലെ അകലം പാലിക്കുമെന്നും BJPയെ തോൽപ്പിക്കാൻ മമതയ്ക്കൊപ്പം നിൽക്കുമെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു. पहले कांग्रेस इन संस्थाओं का इस्तेमाल करती थी क्योंकि वो दिल्ली में बैठते थे. आज भारतीय जनता पार्टी के लोग दिल्ली में हैं, दिल्ली से इन संस्थाओं का इस्तेमाल करते हैं. और याद रखना चाहिए, जिस किसी ने भी ED, CBI, इनकम टैक्स का ज्यादा इस्तेमाल किया उसका सफाया दिल्ली से हुआ है. പ്രതിപക്ഷത്തിന്റെ വല്യേട്ടൻ എന്ന ധാരണ കോൺഗ്രസിന് വേണ്ടെന്നും വരും ദിവസങ്ങളിൽ ശക്തരായ പ്രാദേശിക പാർട്ടി നേതാക്കളുമായി മമതാ ബാനർജി ചർച്ച നടത്തുമെന്നും TMC നേതാവ് സുദീപ് ബന്ദോപാധ്യായ പറഞ്ഞു. കോൺഗ്രസുമായും BJPയുമായും തുല്യദൂരം പാലിക്കുന്ന നവീൻ പട്നായിക്കിനെ കൂടെ നിർത്താനാണ് മമതയുടെ അടുത്ത നീക്കം. അടുത്ത ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഒഡീഷ സന്ദർശിക്കുന്ന മമത മുഖ്യമന്ത്രി നവീൻ പട്നായിക്കുമായി ചർച്ച നടത്തും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും കൂടെ ചേർക്കാൻ മമതയ്ക്ക് പദ്ധതിയുണ്ട്. എന്നാൽ സമാനമായ മൂന്നാം മുന്നണി മോഹങ്ങളുള്ള തെലങ്കാന മുഖ്യമന്ത്രി K ചന്ദ്രശേഖർ റാവുമായി ചർച്ചയ്ക്ക് മമത തയ്യാറാകുമോ എന്നത് നിർണായകമാണ്. 24 ഡൽഹി. ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും സ്തംഭിച്ചു. രാഹുൽ ഗാന്ധിയുടെ ലണ്ടൻ പ്രസംഗവും അദാനി വിവാദവും ഉന്നയിച്ച് ഇരുവിഭാഗവും പ്രതിഷേധിച്ചതോടെയാണ് ഇന്നത്തെ പാർലമെന്റ് നടപടികൾ ഉപേക്ഷിച്ചത്. രാജ്യവിരുദ്ധ ടൂൾ കിറ്റാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദേശങ്ങളെന്ന് BJP അധ്യക്ഷൻ JP നദ്ദ വിമർശിച്ചു. അദാനി വിഷയത്തിലെ സർക്കാർ സമീപനങ്ങൾക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇന്നും അനുനയ നീക്കങ്ങൾ ഫലം കണ്ടില്ല. ഭരണ പ്രതിപക്ഷ വാക്പോരിന് തുടക്കമിട്ടത് BJP അധ്യക്ഷൻ JP നദ്ദ. രാഹുൽ ഗാന്ധിയുടെ ദേശവിരുദ്ധ സമീപനത്തിന് ലണ്ടനിലെ പ്രസംഗം തെളിവാണ്. പാർലമെന്റ് അംഗമെന്ന നിലയിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞേ മതിയാകൂ. स्वतंत्र भारत के इतिहास में विषम से विषम स्थिति में भी आज तक देश किसी भी बड़े नेता ने विदेश में जाकर के विदेशी ताकतों से भारत सरकार के खिलाफ कार्रवाई करने की आह्वान नहीं किया है. അദാനി കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗ വിഷയങ്ങളിൽ ഇന്നും പ്രതിപക്ഷം സഭകളിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി. ലോക്സഭ രാജ്യസഭാ അധ്യക്ഷന്മാരെന്നാൽ അനുവാദം നൽകിയില്ല. ഇരുസഭകളും തുടർന്ന് പ്രതിപക്ഷ ബഹളത്തിൽ സ്തംഭിച്ചു. ലോക്സഭയിൽ നടുത്തളത്തിലിറങ്ങിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷാംഗങ്ങൾ ഉയർത്തിയത്.
അദാനി വിഷയത്തിൽ JPC അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു സമരം. സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കന്മാർ പ്രതിഷേധത്തിന്റെ ഭാഗമായി. ലണ്ടൻ നിലപാടുകളുടെ പേരിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയില്ലെന്ന് കോൺഗ്രസ് അറിയിച്ചു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. സംസ്ഥാനത്ത് ഡോക്ടേഴ്സ് ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ വലഞ്ഞ രോഗികൾ. 12 മണിക്കൂർ സമരത്തിന്റെ ഭാഗമായി ഭൂരിഭാഗം ഡോക്ടേഴ്സും ജോലിയിൽ നിന്ന് വിട്ടുനിന്നു. ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അക്രമങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു പണിമുടക്ക്. സർക്കാരിൽ നിന്ന് അനുകൂലമായ നിലപാടുണ്ടായില്ലെങ്കിൽ പുതിയ സമരമാർഗങ്ങളിലേക്ക് കടക്കുമെന്ന് ഡോക്ടേഴ്സിന്റെ സംഘടന അറിയിച്ചു. രാവിലെ 6 മണിക്ക് ആരംഭിച്ച ഡോക്ടർമാരുടെ സമരം തെക്കൻ കേരളത്തിൽ രോഗികളെ വല്ലാതെ വലച്ചു. അടിയന്തര ശസ്ത്രക്രിയ, അത്യാഹിത വിഭാഗം, ലേബർ റൂം എന്നിവയൊഴികെയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളിൽ നിന്നും വൈകുന്നേരം വരെയും ഡോക്ടർമാർ വിട്ടുനിന്നു. സംസ്ഥാനത്തെ ആശുപത്രികളെ പൂർണ്ണമായും സ്തംഭിപ്പിച്ച സമരം വൻ വിജയമെന്നാണ് IMAയുടെ വിലയിരുത്തൽ. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിയും ഉൾപ്പെടെ വിവിധ ആശുപത്രികളിലെത്തിയ ജനങ്ങൾ വലഞ്ഞു. സമരമറിയാതെ എത്തിയ പ്രായമായവർക്ക് പോലും ചികിത്സ ലഭ്യമായില്ല. അത്യാഹിത വിഭാഗങ്ങളിലും മതിയായ ഡോക്ടർമാരില്ലാതെയാണ് പ്രവർത്തനം നടത്തിയത്. തിരുവനന്തപുരം ആനയറയിലുള്ള IMA ആസ്ഥാനത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. തലസ്ഥാനത്തെ 100-ലധികം ഡോക്ടർമാർ പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. രാവിലെ 6 മുതൽ ആരംഭിച്ച ഡോക്ടർമാരുടെ സമരം മധ്യ കേരളത്തിലും രോഗികളെ വലച്ചു. സമരമറിയാതെത്തിയ പലരും തിരികെ മടങ്ങേണ്ടി വന്നു. എറണാകുളം ജനറൽ ആശുപത്രി ഉൾപ്പെടെയുള്ള ചില ആശുപത്രികളിൽ ജനറൽ OPയിൽ ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ലഭ്യമായത്. ചൊവ്വയും വെള്ളിയേ ഉള്ളൂ, ഇന്നില്ല, ഇനി നാളെ ഇല്ല, ചൊവ്വാഴ്ച വലിയ ബുദ്ധിമുട്ട്. കാല് 2 കൈക്കും സർജറി ചെയ്തിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ച വന്ന് സ്റ്റിച്ച് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വന്നതാ. ഇന്ന് കണ്ണിന് ഡോക്ടർ വെള്ളിയും ചൊവ്വയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതിനിപ്പോൾ ഇന്ന് സമരമാന്ന് പറയുന്നത്. പോവാൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ പ്രതിഷേധം സംഘടിപ്പിച്ചു. എറണാകുളം കളക്ടറേറ്റിന് മുൻപിൽ IMAയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. IMA സമരം കോഴിക്കോട് പൂർണ്ണം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലും ഉൾപ്പെടെ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും OP പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഒരു സർക്കാർ ആശുപത്രിയിൽ ഒരു സാധാരണക്കാരൻ ചികിത്സയ്ക്കെത്തുമ്പോൾ ഒരു ദിവസത്തെ ജോലിയും ഒരു ദിവസത്തെ കൂലിയും ഒഴിവാക്കി തലേ ദിവസത്തെ കൂലിയിൽ നിന്ന് വണ്ടിക്കാശിനും മരുന്നിനും മിച്ചം പിടിച്ചാണ് അവർ ചികിത്സയ്ക്കെത്തുന്നത്. എന്നിട്ട് ഡോക്ടർ ഇല്ല എന്നറിയുമ്പോൾ മടങ്ങിപ്പോകേണ്ടി വരുന്നത് വലിയ കഷ്ടമാണ്. അത്തരത്തിൽ നിരവധി പേരാണ് കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രി എത്തി മടങ്ങിപ്പോയത്. സുധിഷ ധർമ്മനും സലീം മാലിക്കിനുമൊപ്പം VS രഞ്ജിത്ത്, 24, കോഴിക്കോട്. സിറോ മലബാർ സഭ ഭൂമി ഇടപാട് കേസിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് തിരിച്ചടി. കാക്കനാട് മാജിസ്ട്രേറ്റ് കോടതിയിലെ കേസുകൾ റദ്ദാക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കും. പള്ളി സ്വത്തുവകകൾ വിൽക്കാൻ ബിഷപ്പുമാർക്ക് അധികാരമില്ലെന്ന ഹൈക്കോടതി പരാമർശത്തിൽ സുപ്രീം കോടതി അതൃപ്തി രേഖപ്പെടുത്തി. സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപത നടത്തിയ ഭൂമി വിൽപ്പനയിലാണ് ക്രമക്കേട് ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരായ കേസുകൾ റദ്ദാക്കണമെന്നായിരുന്നു കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ ആവശ്യം. ഹൈക്കോടതി വിധി ശരിവെച്ച സുപ്രീം കോടതി കർദിനാളിന്റെ അപ്പീൽ തള്ളി. കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിലുള്ള കേസുകളിൽ നടപടികൾ തുടരും. സംസ്ഥാന സർക്കാർ മാർ ജോർജ് ആലഞ്ചേരിക്ക് അനുകൂലമായി സ്വീകരിച്ച നിലപാടും ക്രിമിനൽ നടപടികൾ അവസാനിപ്പിക്കാൻ കാരണമായി കോടതി പരിഗണിച്ചില്ല. അതേസമയം പള്ളി വസ്തുവകകളുടെ വിൽപ്പനാ വിഷയത്തിലടക്കം ഹൈക്കോടതി അനുബന്ധ ഉത്തരവുകൾ പുറപ്പെടുവിച്ചതിനെ സുപ്രീം കോടതി വിമർശിച്ചു. പള്ളിഭൂമികൾ പൊതു ട്രസ്റ്റിന്റെ ഭാഗമായി വരുമെന്നും അതിന് സിവിൽ നടപടിച്ചട്ടത്തിലെ 92-ാം വകുപ്പ് ബാധകമാണെന്നും ആയിരുന്നു ഹൈക്കോടതി നിലപാട്. ഹൈക്കോടതി പുറപ്പെടുവിച്ച അനുബന്ധ ഉത്തരവുകൾ സുപ്രീം കോടതി റദ്ദാക്കി. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തെ ചൊല്ലി മുസ്ലിം ലീഗിൽ ഭിന്നത തുടരുന്നു. PMA സലാമിനെയും MK മുനീറിനെയും പിന്തുണയ്ക്കുന്ന പക്ഷങ്ങൾ അവകാശവാദവുമായി രംഗത്തുണ്ട്. ജില്ലാ കമ്മിറ്റികളുടെ പിന്തുണ ഇരുവിഭാഗവും അവകാശപ്പെടുന്നു. പാണക്കാട് സാദിഖ് അലി തങ്ങൾ വിളിച്ച ജില്ലാ കമ്മിറ്റി ഭാരവാഹികളുടെ യോഗത്തിന് ശേഷവും തർക്കം തുടരുകയാണ്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഒഴികെ 13 ജില്ലാ കമ്മിറ്റികൾ PMA സലാം ജനറൽ സെക്രട്ടറി ആകണമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അറിയിച്ചെന്നാണ് PMA സലാമിനെ പിന്തുണക്കുന്ന പക്ഷത്തിന്റെ അവകാശവാദം. എന്നാൽ കോഴിക്കോടിന് പുറമെ കാസർകോട്, തൃശൂർ, ഇടുക്കി ഉൾപ്പെടെ കൂടുതൽ ജില്ലാ കമ്മിറ്റികൾ MK മുനീർ ജനറൽ സെക്രട്ടറി ആകണമെന്ന നിലപാടാണ് സാദിഖ് അലി തങ്ങളെ അറിയിച്ചെന്നാണ് MK മുനീറിനെ പിന്തുണക്കുന്നവരുടെ അവകാശവാദം. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ MK മുനീറിനെയും PMA സലാമിനെയും പിന്തുണച്ച് 2 പക്ഷമായതോടെയാണ് സമവായമുണ്ടാക്കാൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളുടെ യോഗം വിളിച്ചത്. പുതിയ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ മത്സരമുണ്ടാകില്ലെന്നും മത്സരം മുസ്ലിം ലീഗ് കീഴ്വഴക്കമല്ലെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ജനാധിപത്യ രീതിയിൽ എല്ലാവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ തേടണമല്ലോ. പുതിയ ഭാരവാഹികൾ വരേണ്ടതല്ലേ. അപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായമൊക്കെ ചോദിച്ചിട്ട് എന്നിട്ടാണ് അതിലൊരു തീരുമാനത്തിലെത്തുക. മുസ്ലിം ലീഗിന് കീഴ്വഴക്കം അങ്ങനെയാണ്. ഇതുവരെ തെരഞ്ഞെടുപ്പിലൊന്നും പോയിട്ടില്ല. സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടനയ്ക്കായി നാളെ കോഴിക്കോടാണ് ലീഗ് സംസ്ഥാന കൗൺസിൽ യോഗം ചേരുന്നത്. കോഴിക്കോട് മുൻസിഫ് കോടതി ഉത്തരവ് സംസ്ഥാന കൗൺസിൽ ചേരുന്നതിന് തടസ്സമല്ലെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു.
ഈ മാസം 4-ന് ചേരാൻ തീരുമാനിച്ചിരുന്ന സംസ്ഥാന കൗൺസിൽ അസ്വാരസ്യങ്ങളെ തുടർന്നാണ് 18-ലേക്ക് മാറ്റിയത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തിനായി ഇരു വിഭാഗങ്ങളും സമ്മർദ്ദം ശക്തമാക്കിയതോടെ സംസ്ഥാന കൗൺസിലിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ തീരുമാനം നിർണായകമാകും. മലപ്പുറത്തുനിന്ന് മുബഷിർ പി അക്ബർ, 24. CPIയെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ റിപ്പോർട്ട് അന്താരാഷ്ട്ര ഗവേഷണ ഏജൻസിയായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് ആൻഡ് പീസ് തിരുത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റിന് പകരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പട്ടികയിൽ പരാമർശിച്ചത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായതിന് പിന്നാലെയാണ് തിരുത്തിയത്. വെബ്സൈറ്റിൽ നിന്ന് പഴയ റിപ്പോർട്ട് നീക്കി പുതിയത് പ്രസിദ്ധീകരിച്ചു. 2022 ആഗോള ഭീകര പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്ത് തയ്യാറാക്കിയതാണ് റിപ്പോർട്ട്. IS, അൽ-ഷബാബ്, IS ഖുറാസൻ പ്രവിശ്യയടക്കം 20 ഭീകര സംഘടനകളാണ് പട്ടികയിലുള്ളത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് പീസിന്റെ റിപ്പോർട്ടിനെതിരെ ബിനോയ് വിശ്വം രംഗത്തെത്തിയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയുന്നു. അവരോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയിച്ചിട്ടുണ്ട്, എല്ലാ തരത്തിലും ഈ നുണപ്രചാരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടും, നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. സ്ത്രീ ശാക്തീകരണത്തിൽ കേരളം മാതൃകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗായിക നാഞ്ചിയമ്മയ്ക്ക് ദേശീയ അവാർഡ് നൽകാനുള്ള ഭാഗ്യമുണ്ടായെന്നും നാഞ്ചിയമ്മയെ പോലുള്ളവർ ഏവർക്കും മാതൃകയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. സംസ്ഥാന സർക്കാർ നൽകിയ പൗരസ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് കേരളത്തിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സർക്കാർ ഊഷ്മളമായ സ്വീകരണം നൽകി. മുഖ്യമന്ത്രി കേരളത്തിന്റെ ഉപഹാരം സമ്മാനിച്ചു. കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സ്ത്രീകൾ കൂടുതൽ വിദ്യാസമ്പന്നരും ശാക്തീകരിക്കപ്പെട്ടവരുമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ വനിതാ സ്വയം സഹായ ശൃംഖലകളിൽ ഒന്നാണ് കുടുംബശ്രീ എന്നും രാഷ്ട്രപതി പ്രശംസിച്ചു. People of Kerala have earned global respect for their sincerity, skills and enterprise. I compliment the people of Kerala for spreading the glory of India. രാഷ്ട്രപതിയായതിനു ശേഷം ആദ്യമായി കേരളത്തിൽ വന്ന ദ്രൗപദി മുർമുവിനെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായത് വിവിധ രംഗങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങളിലൂടെയെന്നും മുഖ്യമന്ത്രി. Kerala is often referred to as God's own country because of the immense natural beauty it possesses. പ്രതികൂല ജീവിത സാഹചര്യങ്ങളെ കഠിന പ്രയത്നവും നിശ്ചയദാർഢ്യവും കൊണ്ട് തരണം ചെയ്ത് ഭാരതത്തിന്റെ പ്രഥമ പൗരസ്ഥാനത്തെത്തിയ ദ്രൗപദി മുർമു ഭാരതീയ സ്ത്രീ ശക്തിയുടെ ഉത്തമ ദൃഷ്ടാന്തമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. കുടുംബശ്രീയുടെ 25ാം വാർഷികത്തിന്റെ ഭാഗമായി 5 ലക്ഷം വനിതകൾ ചേർന്ന് കുടുംബശ്രീയുടെ ചരിത്രമെഴുതുന്ന രചനയുടെ പ്രകാശനവും ഉന്നതി പദ്ധതിയുടെ ഉദ്ഘാടനവും രാഷ്ട്രപതി നിർവഹിച്ചു. മലയാളത്തിലേക്ക് മൊഴിമാറ്റിയ ടെക്നിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ബുക്കുകൾ രാഷ്ട്രപതി പ്രകാശനം ചെയ്തു. രാവിലെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കരവ്യോമസേനകൾ സംയുക്ത ഗാർഡ് ഓഫ് ഓണർ നൽകി. രാഷ്ട്രപതി നാളെ കന്യാകുമാരി സന്ദർശിക്കും. 24 തിരുവനന്തപുരം. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ അടുത്ത വാർത്തയിലേക്ക്. തൃശൂർ കുന്നംകുളം പാറയമ്പാടത്ത് ടോറസ് ലോറിയും കാറും കൂട്ടിയിടിച്ചു. ഇടിച്ച ശേഷം ടോറസ് ലോറി കാറിനെ 100 മീറ്ററോളം വലിച്ചു കൊണ്ടുപോയി. കാറിലുണ്ടായിരുന്ന പെരിങ്ങോട് സ്വദേശികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് എറണാകുളം പൂക്കാട്ടുപടിയിൽ നാളെ ഉദ്ഘാടനം ചെയ്യും. 12.5 ഏക്കർ ക്യാമ്പസിൽ KG മുതൽ 5 വരെ ഗ്രേഡുകളിൽ IB പ്രൈമറി ഇയേഴ്സ് പ്രോഗ്രാം, 6 മുതൽ 10 വരെ കേംബ്രിഡ്ജ് ഇന്റർനാഷണൽ ഗ്രേഡ്, 11ലും 12ലും IB ഡിപ്ലോമ പ്രോഗ്രാം എന്നിവയാണ് ഉള്ളത്. ട്രിൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2020 ഏറ്റെടുത്ത ചാർട്ടർ സ്കൂളിനോട് ചേർന്നാണ് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ. അക്കാഡമിക് സൗകര്യങ്ങൾക്ക് പുറമെ 4 സ്വിമ്മിംഗ് പൂൾ, ഫുട്ബോളിനും അത്ലറ്റിക്സിനുമുള്ള സ്പോർട്ട് ഫീൽഡ്, ബാസ്കറ്റ്ബോൾ, ബാഡ്മിന്റൺ, ടെന്നീസ് കോർട്ടുകൾ എന്നിങ്ങനെയുള്ള സ്പോർട്സ് സൗകര്യങ്ങളുമുണ്ട്. ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി അടുത്തയാഴ്ച മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തും. റഷ്യയുടെ യുക്രൈൻ അധിനിവേശം ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് സി ജിൻപിങ് മോസ്കോയിലെത്തുന്നത്.
തിങ്കളാഴ്ച മോസ്കോയിലെത്തുന്ന ഷീ ജിൻപിങ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമൊത്ത് ഉച്ചഭക്ഷണം കഴിക്കും. ചൊവ്വാഴ്ചയാണ് ഇരുവരും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മുഖ്യ ചർച്ചാവിഷയമാകുമെന്ന് ക്രെംലിൻ അറിയിച്ചു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ചൈന നിർദ്ദേശങ്ങൾ മുന്നോട്ടുവച്ച പശ്ചാത്തലത്തിൽ ഇരു നേതാക്കളും തമ്മിൽ നടക്കാനിരിക്കുന്നത് സുപ്രധാന കൂടിക്കാഴ്ചയാണ്. റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകുന്നതിന് നേരത്തെ അമേരിക്കയടക്കം പാശ്ചാത്യ രാജ്യങ്ങൾ ചൈനയ്ക്കെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ചിരുന്നു. യുക്രൈനിൽ സമാധാനം കൊണ്ടുവരുന്നതിന് ചൈന മുൻകൈയെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. നീക്കത്തെ സ്വാഗതം ചെയ്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് രംഗത്തെത്തി. യുക്രൈനിൽ സമാധാനം ഉറപ്പാക്കാൻ ചൈന മുന്നോട്ടുവച്ച 12 നിർദ്ദേശങ്ങളിൽ യുക്രൈനിൽ നിന്ന് റഷ്യ സൈന്യത്തെ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. യുക്രൈൻ പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കിയുമായി ഷീ ജിൻപിങ് മോസ്കോ സന്ദർശനത്തിന് ശേഷം ടെലിഫോണിൽ ചർച്ച നടത്തുമെന്ന് ചില അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണമില്ല. ഷീയുമായി കൂടിക്കാഴ്ചയ്ക്ക് ആഗ്രഹമുണ്ടെന്ന് കഴിഞ്ഞ മാസം സെലൻസ്കി പറഞ്ഞിരുന്നു. റിസർച്ച് ഡെസ്ക് 24. ഇനി കായിക വാർത്തകളിലേക്കാണ്. ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് 5 വിക്കറ്റിന്റെ ജയം. ഓസീസ് ഉയർത്തിയ 189 റൺസ് വിജയലക്ഷ്യം 10 ഓവറും 1 പന്തും ബാക്കി നിൽക്കെ ഇന്ത്യ മറികടന്നു. 75 റൺസുമായി കെ എൽ രാഹുലും 45 റൺസുമായി രവീന്ദ്ര ജഡേജയും പുറത്താകാതെ നിന്നു. ഓസീസിനായി മിച്ചൽ സ്റ്റാർക്ക് 3 വിക്കറ്റ് സ്വന്തമാക്കി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഓസീസ് 35.4 ഓവറിൽ 188 റൺസിന് ഓൾ ഔട്ടായി. 81 റൺസ് നേടിയ മിച്ചൽ മാർഷ് മാത്രമാണ് ഓസ്ട്രേലിയൻ നിരയിൽ തിളങ്ങിയത്. ഇന്ത്യയ്ക്കായി മുഹമ്മദ് ഷമിയും മുഹമ്മദ് സിറാജും 3 വിക്കറ്റ് വീതം നേടി. റിപ്പോർട്ടോടെ പ്രൈം ടൈംസ് ന്യൂസ് പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.